ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയും സത്യത്തെ മൂടിവെക്കുകയും അല്ലെങ്കിൽ ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന മാധ്യമ പ്രവർത്തനം കേരളത്തിലോ ഇന്ത്യയിലോ നടപ്പാകുന്നുണ്ടോ? അങ്ങനെ നടപ്പാക്കിയാൽ തന്നെ അതിന് അധിക നാൾ നിലനിൽപ്പുണ്ടോ? ശ്രീ സെബാസ്റ്റ്യൻ പോൾ. അല്ല, മാധ്യമ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം മാധ്യമങ്ങളുടെ വൈവിധ്യമാണ്. ധാരാളം മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്, ചാനലുകളുണ്ട്, പത്രങ്ങളുണ്ട്. ഇത്രയും പെരുപ്പമുള്ളപ്പോൾ അവ തമ്മിൽ പരസ്പരം മത്സരമുണ്ട്. ആ മത്സരത്തിലൂടെയാണ് പലപ്പോഴും സത്യം പുറത്തു വരുന്നത്. ഒരു ചാനലിനും ഒരു പത്രത്തിനും സ്വന്തം താല്പര്യമനുസരിച്ച് സത്യത്തെ പൂർണ്ണമായും തമസ്കരിക്കുന്നതിന്, വളച്ചൊടിക്കുന്നതിന് കഴിയാത്ത സാഹചര്യമുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഓരോ മാധ്യമവും ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ അവ രാഷ്ട്രീയ പാർട്ടികളുടേതാകാം, മതങ്ങളുടേതാകാം, മതസംഘടനയാകാം, മറ്റാരുടെയും ആകാം. അവർക്ക് അവരുടെ താല്പര്യങ്ങളുണ്ടാകും. ആ താല്പര്യങ്ങൾ ഇപ്പോൾ ദേശാഭിമാനി അല്ലെങ്കിൽ കൈരളി TV അത് CPIMന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. അങ്ങനെ പ്രവർത്തിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ആ ചാനലിനും പത്രത്തിനും ഉണ്ടാകുമ്പോഴാണ് മാധ്യമ സ്വാതന്ത്ര്യം ഉണ്ടാകുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് നമുക്ക് തള്ളി പറയേണ്ട കാര്യമില്ല. ഈ വ്യത്യസ്തതകൾ നിലനിൽക്കുമ്പോൾ, പരസ്പരമുള്ളൊരു മത്സരം ഉണ്ടാകുമ്പോൾ, ഈ പുതിയ സാഹചര്യത്തിൽ ആർക്കും ഒന്നും പൂർണ്ണമായും മറച്ചു വയ്ക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. മാധ്യമ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്ന പ്രധാനപ്പെട്ട ഘടകവും അതുതന്നെയാണ്. എല്ലാ മാധ്യമപ്രവർത്തകരും ബയസ്ഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സത്യസന്ധമായിട്ട് ജനങ്ങളിലേക്ക് വാർത്ത എത്തിക്കാൻ കെൽപ്പുള്ള മാധ്യമപ്രവർത്തകരുണ്ട്. അങ്ങനെ ചെയ്താൽ മാത്രമേ ഒരു സമൂഹം നന്നാവൂ. സമൂഹം നന്നായാൽ മാത്രമേ ദേശം നന്നാവൂ. മാധ്യമപ്രവർത്തനത്തിൽ വിശ്വാസ്യതയാണ് ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ പാഠവും വിശ്വാസ്യതയാണ്. മൂന്നാമത്തെ പാഠവും വിശ്വാസ്യതയാണ്. ഈ വിശ്വാസ്യത ലംഘിക്കപ്പെടുന്നെങ്കിൽ അതിൻ്റെ ഫലം ഏറ്റവും കൂടുതൽ അനുഭവിക്കുക ആ മാധ്യമവും അല്ലെങ്കിൽ ആ മാധ്യമ പ്രവർത്തകരുമാണ്. ഈ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യത്തെ മാധ്യമപ്രവർത്തനം കൃത്യമായി പോകുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങേക്ക് എതിർപ്പുണ്ടെങ്കിൽ അത് പറയാം. അതുകൊണ്ട് ജനാധിപത്യ രാജ്യത്തിൽ ഏതെങ്കിലും ഒരു ചെറിയ അനക്കമുണ്ടായാൽ, അത് മാധ്യമപ്രവർത്തനത്തിനെതിരെ ഉണ്ടായാൽ, ലോക മാധ്യമ ദിനങ്ങളിൽ അത് ചർച്ച ചെയ്യപ്പെട്ടാൽ അത് തൊഴിലാളിയുടെ തൊഴിൽ സുരക്ഷയിൽ മാത്രം നിൽക്കുന്ന കാര്യമാകുമോ? ശ്രീ MP രാജേഷ്. ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ് മാധ്യമ സ്വാതന്ത്ര്യം എന്നത്. ആ മാധ്യമ സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും ജനങ്ങളുടെ അറിയാനുള്ള സ്വാതന്ത്ര്യമാണ്. അതല്ലാതെ ഉടമയുടെ സ്ഥാപനം നടത്താനുള്ള സ്വാതന്ത്ര്യം എന്നതിനേക്കാൾ ജനങ്ങളുടെ അറിയാനുള്ള സ്വാതന്ത്ര്യം അറിയിക്കാനുള്ള മാധ്യമ പ്രവർത്തകരുടെ സ്വാതന്ത്ര്യവുമാണ്. ആ നിലയിലാണ് ഞാനതിനെ കാണുന്നത്. തീർച്ചയായിട്ടും അതിനെതിരായിട്ട് ഇന്ന് രാജ്യത്ത് കയ്യേറ്റം വർദ്ധിച്ചു വരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കയ്യേറ്റം വർദ്ധിച്ചു വരുന്നുണ്ട്. മാധ്യമ പ്രവർത്തകർക്ക് നേരെയും അത്തരത്തിലുള്ള ഭീഷണികൾ, കയ്യേറ്റങ്ങൾ, സമ്മർദ്ദങ്ങൾ, പ്രലോഭനങ്ങൾ ഇതെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരാണ്. കേരളത്തിലെ സ്ഥിതി അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിൽ പൊതുവിൽ മാധ്യമ സ്വാതന്ത്ര്യവും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും എല്ലാം നന്നായിട്ട് നിലനിൽക്കുന്നു. ഒരുപക്ഷെ അതുകൊണ്ടുകൂടിയായിരിക്കും ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തേക്കാൾ കൂടുതൽ മാധ്യമ സാന്ദ്രതയുള്ള സംസ്ഥാനമായിട്ട് കേരളം നിലനിൽക്കുന്നത്. മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കടക്കിൽ എന്നും കത്തിവെച്ചിട്ടുള്ളത് ഇടതുപക്ഷ സർക്കാരും CPM-ഉമാണ്. MM മണിയുടെ പ്രസംഗം റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാധ്യമ വേട്ടയും, മുഖ്യമന്ത്രിയുടെ പ്രസംഗം റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാധ്യമ വേട്ടയും, കടകംപള്ളി സുരേന്ദ്രനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാധ്യമ വേട്ടയും ആകുന്നു. മൂന്നാറിൽ നമ്മൾ കണ്ടതില്ല, ഒഴിഞ്ഞു പോകാനാണ് പറയുന്നത്. മാധ്യമങ്ങൾ ഒഴിഞ്ഞു പോകാനാണ് പറയുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട രാജേഷ് MP പറഞ്ഞു പത്ര മുതലാളിമാരെക്കുറിച്ച്. കൈരളി ചാനലും പത്ര മുതലാളിയാണ്, ദേശാഭിമാനി പത്ര മുതലാളി. അതിനെക്കുറിച്ച് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ശബ്ദം, വളച്ചൊടിക്കുന്ന ശബ്ദം കേൾക്കുന്നത് ദേശാഭിമാനി അടുത്ത് പോയാൽ കാണാൻ പറ്റും. ശബ്ദം വളച്ചൊടിക്കുന്ന ശബ്ദം ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ദേശാഭിമാനി അടുത്താണ്. ഇപ്പോൾ ഒരു മാധ്യമ സ്വാതന്ത്ര്യം എന്നത് കേരളത്തിൽ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം സുഗമമായ മാധ്യമപ്രവർത്തനമാണ് മാധ്യമ സ്വാതന്ത്ര്യം വഴി ഒരു പത്രപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തകന് കിട്ടുന്നത്. പക്ഷേ രാഷ്ട്രീയ താല്പര്യങ്ങൾ, ഒരു ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാനം ഒരു രാഷ്ട്രീയക്കാരൻ്റെ വടക്കേപ്പുറത്തെ എസ്റ്റേറ്റ് ആകുന്നതാണ്. അയ്യോ, ഞങ്ങൾ സ്ത്രീകളെ അല്ല പറഞ്ഞത്, മാധ്യമപ്രവർത്തകനാണ്. അപ്പോൾ അത് സുപ്രീം കോടതി പറയുന്നതിന് മുമ്പ് തന്നെ അത് കേട്ട ഓരോരുത്തർക്കും മാധ്യമപ്രവർത്തകരെ എന്ത് വേണമെങ്കിലും പറയാമോ, മാധ്യമപ്രവർത്തകർ അങ്ങനെയാണോ, അങ്ങനെ എല്ലാവർക്കും കയറി പറയാമോ എന്ന് ഹൈക്കോടതി അപ്പോൾ പറയാവുന്നവരാണോ എന്നൊരു അവസ്ഥ എതിരുണ്ട്. മാധ്യമ പ്രവർത്തകർ എന്നുള്ളതാണോ അതോ മാധ്യമ പ്രവർത്തനം എന്നുള്ളതിനാണോ മുൻഗണന കൊടുക്കേണ്ടത്? ഇത് രണ്ടും എങ്ങനെ വേർതിരിക്കുന്നത്? ഒന്നാം തരം എക്സാമ്പിളല്ലേ നമ്മുടെ മുന്നിലുള്ളത്. മാധ്യമ പ്രവർത്തകൻ ഈ ഗേറ്റിനപ്പുറം കയറണ്ട എന്ന് പറയുമ്പോൾ ആ ഇൻഡിവിജ്വലിനെ അല്ല, ആ പ്രവർത്തനത്തെയാണ് തടസ്സപ്പെടുന്നത്. ഒന്ന്. രണ്ട്, പ്രധാനപ്പെട്ട ഒരുപക്ഷെ സർക്കാരുകളും ഭരണ സംവിധാനവും പരാജയപ്പെടുമ്പോൾ മനുഷ്യൻ്റെ പൗരൻ്റെ അവസാനത്തെ അത്താണിയാണ് കോടതി. അവിടെ നിന്നുള്ള സുപ്രധാന വാർത്തകൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട, അത് ജനം അറിയേണ്ട എന്ന് പറയുന്നിടത്തല്ലേ ഈ അതിൽ ഉണ്ടല്ലോ എല്ലാം.
അപ്പോൾ ഈ എങ്ങനെ മാധ്യമപ്രവർത്തകന് നിങ്ങൾ ബീക്കൺ വെച്ച ലൈറ്റ് കൊടുക്കേണ്ട, പ്രത്യേക അവകാശങ്ങൾ കൊടുക്കേണ്ട. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ ഒരു പൗരന് പോകാൻ പിന്നെ സ്വാതന്ത്ര്യമില്ലാത്ത അല്ലെങ്കിൽ അവകാശമില്ലാത്ത ചില സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് മാധ്യമപ്രവർത്തകരെ കയറ്റി വിടുന്നു, എന്തുകൊണ്ട് പ്രസ് ബോക്സുകൾ ഉണ്ടാക്കി വെക്കുന്നു? നിയമസഭയിലായാലും ശരി, സെക്രട്ടേറിയറ്റിലാണെങ്കിൽ ഒരു പ്രസ് റൂം ഉണ്ടാക്കിയിട്ടുള്ളത് എന്തിനാണ്? ഇതൊക്കെ നിർവചിച്ചവരും കെട്ടിപ്പടുത്തവരും തിരിച്ചറിഞ്ഞിരുന്നു ഇതാണ് ജനങ്ങളിലേക്കുള്ള വഴി, ഇതാണ് മാധ്യമം, ജനങ്ങളുമായി ഇടപഴകാൻ പിന്നെ അല്ലെങ്കിൽ കാര്യങ്ങൾ എത്തിക്കാൻ തിരിച്ചു വരാനും ഉള്ള രണ്ട് വഴിക്കുള്ള മാധ്യമം എന്നുള്ള. അപ്പോൾ അതിന് ചില സ്ഥലങ്ങളിൽ നമുക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വരുമ്പോഴേക്ക് നേരിട്ടോ അല്ലാതെയോ, ഇപ്പം നേരിട്ട് തല്ലണമെന്നില്ലല്ലോ, ആളെ വിട്ട് തല്ലിച്ചാലും കാര്യം നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിർബന്ധമായും ഇതിനോടുള്ള ഒരു അസഹിഷ്ണുത നിർബന്ധമായുമുണ്ട്, എവിടെയുമുണ്ട്. അതിനെ എങ്ങനെ ചെറുത്തു തോൽപ്പിക്കും എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. എവിടെ മാധ്യമ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു, അവിടെ ജനാധിപത്യം അസ്തമിക്കുന്നു എന്നുള്ളതാണ്. ശക്തമായ ഒരു ജനാധിപത്യ ഭരണ സംവിധാനം നിലനിൽക്കുന്നതിൻ്റെ കാരണം തന്നെ ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യം ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഈ ആശങ്കപ്പെടുന്നത് പോലെയുള്ള ഒരു ബുദ്ധിമുട്ട് മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ ഭാരതത്തിൽ പൊതുവെയും കേരളത്തിൽ പ്രത്യേകിച്ചും അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഒരു മീഡിയ സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഇനി വരും കാലത്ത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ എനിക്ക് വർക്ക് ചെയ്യേണ്ടി വരും എന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൻ്റെ രാഷ്ട്രീയ ചായ്വും പിന്നെ അല്ലാതെ തന്നെയുള്ള രാഷ്ട്രീയ നിലപാടുകളും പേടിച്ച് തന്നെയാണ് എനിക്ക് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരിക. സെബാസ്റ്റ്യൻ സാർ, നമുക്കിത് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. മാധ്യമ സ്വാതന്ത്ര്യം കേരളത്തിൽ എന്തായി മാറും? ഈ ഗതിയിൽ പോയാൽ മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഭയപ്പെടേണ്ട കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ തിരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മാധ്യമ സ്വാതന്ത്ര്യം എന്നത് വാസ്തവത്തിൽ മാധ്യമ ധർമ്മം തന്നെയാണ്. ആ ധർമ്മം എന്ത് ചോദിച്ചാൽ അതിന് വ്യത്യസ്തമായ സമീപനങ്ങൾ കണ്ടേക്കാം, അർത്ഥങ്ങൾ കണ്ടേക്കാം. പക്ഷേ നമ്മൾ ഈ ചർച്ച ഇന്ന് ഇവിടെ നടക്കുമ്പോൾ കേരളത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് കേരളം എന്ന് പറയേണ്ടി വരും. ശ്രീ സെബാസ്റ്റ്യൻ പോൾ ഏറ്റവും മോശം കേരളത്തിലാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഇവിടെ മാധ്യമങ്ങളുടെ ഒരു അസഹിഷ്ണുതയുണ്ട്. ആ അസഹിഷ്ണുതയുടെ വലിയ അസഹിഷ്ണുത, ചെറിയതുമില്ല, വലിയ അസഹിഷ്ണുത, അതാണ് ഈ പറഞ്ഞ പോലുള്ള പിന്നെ പൈസ കൊടുത്ത് നിർത്തിയ ആളുകളെ കൊണ്ട് കരിങ്കൊടി കാണിപ്പിച്ചു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു വലിയ അസഹിഷ്ണുതയ്ക്ക് അപ്പുറത്തേക്ക് ഇപ്പോഴും എനിക്ക് തോന്നുന്നു കേരളത്തിലെ പത്രപ്രവർത്തകർക്ക് അവർക്ക് അവരുടെ ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാവും. ഞാനിത് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ജീവിതകാലത്ത് ദീർഘകാലം പ്രവർത്തിച്ച ഒരു പത്രമുണ്ട്. ആ പത്രം മാതൃഭൂമിയാണ്. ആ പത്രം ഇന്നത്തെ അവസ്ഥ എനിക്കറിയില്ല. ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് പോയാൽ ഞാൻ അവിടെ ദീർഘകാലം പൊളിറ്റിക്കൽ കറസ്പോണ്ടായിരുന്നു. എന്നോട് ഇതുവരെ, സത്യം ഞാൻ പറയാം, ഇത് നിങ്ങൾ കൊടുക്കുമല്ലോ എന്ന് എനിക്കറിയത്തില്ല, എന്നോട് ഇതുവരെ എൻ്റെ മാധ്യമത്തിൻ്റെ മുതലാളിയോ പത്രാധിപരോ ഇങ്ങനെ ഒരു വാർത്ത എഴുതണം, ഇങ്ങനെയാണ് നിങ്ങൾ ഈ രാഷ്ട്രീയം എഴുതേണ്ടെന്ന് എന്നോട് ഇതുവരെ പറഞ്ഞിട്ട് ഇപ്പം മാറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ പല മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് എന്നതിനപ്പുറത്ത് ഇതൊക്കെ ഒരു സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് സമൂഹം കറപ്റ്റാകുമ്പം മാധ്യമങ്ങളും കറപ്റ്റഡാകും, മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും കറപ്റ്റഡാകും. ശ്രീ സെബാസ്റ്റ്യൻ പോൾ നടത്തിയ പ്രസ്താവന വളരെ അമ്പരപ്പിക്കുന്നതായി. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മാധ്യമ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നത് എന്ന അദ്ദേഹത്തിൻ്റെ പരാമർശത്തോട് ഞാൻ യോജിക്കുന്നില്ല. കോടതികളിൽ അത് നിഷേധിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ശരി, അത് വെച്ച് കേരളത്തിലാകെ മാധ്യമ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു എന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ശരിയല്ല എന്ന സണ്ണിക്കുട്ടി അബ്രഹാം പറഞ്ഞ അഭിപ്രായത്തോടാണ് ഞാൻ യോജിക്കുന്നത്. എന്തായാലും മാധ്യമപ്രവർത്തകരുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നത് അത് കോടതിയിലായാലും ആശുപത്രിയിലായാലും പോലീസ് സ്റ്റേഷനിലായാലും ജനാധിപത്യ രാജ്യത്ത് ഒരു സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നത് അംഗീകരിക്കാനാവില്ല. അത് സ്വാതന്ത്ര്യത്തിന് ഏൽക്കുന്ന അല്ലെങ്കിൽ ജനാധിപത്യത്തിന് ഏൽക്കുന്ന വീഴ്ചയായി തന്നെ കാണേണ്ടിയിരിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നമസ്കാരം.